നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുന്നയിച്ച CPIയെ ചതിയൻ ചന്തു എന്ന് പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചൊവ്വാഴ്ച 1 ലക്ഷത്തിൽ താഴെ എത്തിയ സ്വർണ്ണവില ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വാർത്തകൾ വിശദമായി. മൂതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ CD സുനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. വസ്ത്രവ്യാപാര രംഗത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ശ്രീലക്ഷ്മി സിൽക്സ് ആൻഡ് സിനി ടെക്സ്റ്റൈൽസ് സ്ഥാപകൻ NK സുഗതൻ, കേരള ഫോക്ലോർ അക്കാദമിയുടെ 2023 യുവ പ്രതിഭാ പുരസ്കാരം നേടിയ അനു ആചാരി എന്നിവരെ MLA ആദരിച്ചു. ക്ഷേത്രം സെക്രട്ടറി മുരളീധരൻ നടുമുറി, ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് PP സദാനന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് കർത്തനാടൻ, ക്ഷേത്രം രക്ഷാധികാരി ബീന ടീച്ചർ, ക്ഷേത്രം ദേവസ്വം സെക്രട്ടറി TS ശിവദാസൻ എന്നിവർ സംസാരിച്ചു. മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം 28-ാം തീയതി തുടങ്ങി ജനുവരി 3 വരെ ഇവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്ന വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ചിരപുരാതനമായ മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് 3 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മഹാക്ഷേത്രമായിട്ട് മണ്ണുംപുറം ക്ഷേത്രം മഹാദേവ ക്ഷേത്രം മാറിയ അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ക്ഷേത്ര കലകളും സാംസ്കാരിക പരിപാടികളും ഒക്കെ വർഷങ്ങളായി നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു മുഖമായിട്ട് എന്താ പറയാ, ഈ നാട്ടിലെ ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള ഒരു മഹാദേവന്റെ നമുക്ക് കിട്ടി. ആ സന്തോഷത്തിൽ നമ്മുടെ ജീവിതം മാറ്റുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിൽ വന്ന് എല്ലാവരും കൂടി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് മനുഷ്യനായിട്ട് ജീവിക്കേണ്ടത്, മനുഷ്യനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അമ്മ ആരാണ്, അച്ഛൻ ആരാണ്, അവരുടെ ആ ഉപദേശങ്ങളും കേട്ട് ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ. അങ്കമാലി CSIയുടെ ആഭിമുഖ്യത്തിൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 2 മുതൽ 6 വരെ അങ്കമാലി CSI ഓഡിറ്റോറിയത്തിലാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. 50-ൽ പരം വർഷങ്ങളായി നാടകമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സേവിയർ പുൽപ്പാട്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാടകമേള ഉദ്ഘാടനം ചെയ്യും. നാടകങ്ങൾ സ്പോൺസർ ചെയ്തവരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ CSI ജനറൽ സെക്രട്ടറി ടോണി പറമ്പി, വൈസ് പ്രസിഡന്റുമാരായ MP രാജൻ, KK ഷിബു, ജോയിന്റ് സെക്രട്ടറി ഷാജൻ ചേറ്റുങ്കൽ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും മികച്ച നാടകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങളാണ് 5 നാടകങ്ങൾ. എത്താനുള്ളവർക്കും CSIയുടെ പേരിൽ ആർദ്രമായ സ്വാഗതം. ഇങ്ങനെയൊരു പത്രസമ്മേളനം ഇപ്പോൾ വിളിക്കാൻ കാരണം, ഈ വരുന്ന ജനുവരി 2 മുതൽ 6 വരെ
5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടകോത്സവം നടത്തുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞ് കൊറോണ എല്ലാം വന്നതിന് ശേഷം നമ്മുടെ ജൂബിലി വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു പുത്തൻ ഉണർവുമായിട്ടാണ് ഇപ്പോൾ CSA മുമ്പോട്ട് പോകുന്നത്. ജൂബിലി 1 വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി നന്നായി ആഘോഷിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമായാലും സമാപനമായാലും വളരെ നല്ല രീതിയിൽ നടക്കാനും നല്ല പങ്കാളിത്തത്തോടു കൂടി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സംഗീത നാടക അക്കാദമിയുടെ സഹായത്തോടുകൂടി പിന്തുണയോടുകൂടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച CPIയെ ചതിയൻ ചന്തു എന്ന് പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. 10 വർഷം CPMന്റെ ഒപ്പം നിന്ന് സുഖിച്ച് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നു. വിമർശനം ഉണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ നിന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു മാറാട് കലാപം പോലും ഉണ്ടായില്ലെന്നും പിണറായി സർക്കാരിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. വർഗീയ കലാപകാരികളാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പണ്ടുമുണ്ടായിരുന്നില്ലേ? ഇനിയും ഉണ്ടാവണോ? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി? 10 വർഷം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ? അത് മാത്രം കണ്ടാൽ മതി, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ കൊള്ള നടത്തിയവർ ആരായാലും പിടിക്കട്ടെ. അതിൽ പിണറായി എന്തു ചെയ്തു? കോടതി പറഞ്ഞതനുസരിച്ച് ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ലേ? ആര് എന്ത് തെറ്റ് ചെയ്താലും അവനെല്ലാം അനുഭവിക്കും. പത്മകുമാർ കള്ളനാണ് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കൊള്ളക്കാരനാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ചൊവ്വാഴ്ച 1 ലക്ഷത്തിൽ താഴെ എത്തിയ സ്വർണ്ണവില ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു. പവന് ഒറ്റയടിക്ക് 480 രൂപയാണ് കുറഞ്ഞത്. 99,160 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. രാവിലെ പവന് 240 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് ആനുപാതികമായി 60 രൂപയാണ് കുറഞ്ഞത്. 12,395 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ചൊവ്വാഴ്ച പവന് ഒറ്റയടിക്ക് 2,240 രൂപ കുറഞ്ഞതോടെയാണ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവില 1 ലക്ഷത്തിൽ താഴെ എത്തിയത്. 1,02,120 രൂപയിൽ നിന്നാണ് താഴ്ന്നത്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. ശനിയാഴ്ച 1,04,440 രൂപയായി ഉയർന്ന സർവകാല റെക്കോർഡിട്ട ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത്. 4 ദിവസത്തിനിടെ 52,000 രൂപയിലധികമാണ് കുറഞ്ഞത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് രാഷ്ട്രീയ ജനതാദൾ ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. വ്യാഴാഴ്ച രാവിലെ 10:30 നടത്തുന്ന ധർണ സംസ്ഥാന സെക്രട്ടറി UG ബോറേലി ഉദ്ഘാടനം ചെയ്യും. പോൾ പുല്ലൻ അധ്യക്ഷനാവും. ചാലക്കുടി ഫോക്കസിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ആലിഷ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ഫോക്കസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർമാൻ KV പോൾ മുഖ്യപ്രഭാഷണം നടത്തി. CJ സോജ്, പോൾ ജോസഫ്, CT രാജു, അൻവർ സാദത്ത്, ലീന ബാബു, ജനറൽ സെക്രട്ടറി KN ജോർജ് എന്നിവർ പ്രസംഗിച്ചു. INTUC മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മഞ്ഞപ്ര വടക്കുംഭാഗം ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം AICC സെക്രട്ടറി റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോസൻ V. ആന്റണി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയൻ തോമസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ്, നേതാക്കളായ രാജൻ പല്ലൂർ, സാജു കോളാട്ടുകുടി, MV സെബാസ്റ്റ്യൻ, ഡേവിസ് മണവാളൻ, പൗലോസ് പുല്ലൻ, ജോൺസൺ എലിങ്ങേലി, ജോഷി പടയാടൻ, ഷൈബി പാപ്പച്ചൻ, ജോയ് അറയ്ക്ക, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോംവിൻസ്, DKTF ബ്ലോക്ക് പ്രസിഡന്റ് ബിജു നെറ്റിക്കാടൻ, ജോമൻ ഓലിയപ്പുറം, അലക്സ് ആൻഡു, ദിനു ജോർജ്, ബൈജു കോളാട്ടുകുടി, വർഗീസ് കരിങ്ങൻ, ജോസ് അരീക്കൽ, MB സെബാസ്റ്റ്യൻ, ഡേവിസ് ചൂരമന, ലാലു പുളിക്കത്തറ, OL ആന്റണി, K. സോമശേഖരൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ തങ്കച്ചൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനാടത്ത്, ബാബു സാനി, മഞ്ഞപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി സാബ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഈരാളി, അംഗങ്ങളായ LC സാജു, ലീമ ബിനോയ്, സുനിത ലാലു, സരിത സുനിൽ ചാലാക്ക,
സുഭാഷ് ബാലചന്ദ്രൻ, അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു കാവുങ്ങ, പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം മേരി റാഫേൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. എറണാകുളം ജില്ലയിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും, ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, 90% പഞ്ചായത്തുകളിലും UDFിൻ്റെ ഭരണമാണ് ഇന്നുള്ളത്. നമ്മൾ UDFിന് ലഭിച്ചതിൻ്റെ 10-1 വിജയം പോലും, UDFിന് വിജയിച്ചതിൻ്റെ 10-1 പഞ്ചായത്തുകളിൽ പോലും ഇവിടെ LDFിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഭരണമാണ്. ജില്ലാ പഞ്ചായത്തിൽ 28 സീറ്റുള്ള ജില്ലാ പഞ്ചായത്തിൽ 25 സീറ്റിലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ പഞ്ചായത്തിലെ CPMന്റെ LDFിന്റെ ഭരണം അമ്പേ പരാജയമായിരുന്നുവെന്നും അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി മഞ്ഞപ്ര പഞ്ചായത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചു. മഞ്ഞപ്രയിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളെ ഇത്രയധികമായി ദുരിതത്തിലാക്കിയിട്ടുള്ള, ജനങ്ങൾക്ക് സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് കേരളത്തിലെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. നാട് മുഴുവൻ കൊള്ളയടിച്ചു എന്ന് വെച്ചാൽ തൊട്ടതിന് മുഴുവൻ പണം അടിച്ചു മാറ്റിയ കമന്ന് വീഴാൻ കാപ്പണം എന്ന നിലയിൽ മുന്നോട്ട് പോയി നാട് മുഴുവൻ കട്ടുപിടിച്ച് ഒടുവിൽ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും വരെ കക്കാനിറങ്ങിയ ഒരു കൊള്ള സംഘമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ കടകംപള്ളിയെ പ്രശാന്തിനെയൊക്കെ ചോദ്യം ചെയ്തിരിക്കുക. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചതിയൻ ചന്തു എന്ന പേര് 1000 തവണ ചേരുന്നത് വെള്ളാപ്പള്ളി നടേശന് തന്നെയാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. വെള്ളാപ്പള്ളിയെ താൻ കാറിൽ കയറ്റില്ല, കണ്ടാൽ ചിരിക്കും, കൈകൊടുക്കും, അത്രമാത്രമായിരിക്കും ഇടപെടൽ, ബിനോയ് വിശ്വം പറഞ്ഞു. LDF സർക്കാരിന് മാർക്കിടാൻ ആരും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു വെള്ളാപ്പള്ളി CPIക്കെതിരെ പരിഹാസവുമായി പ്രതികരണം നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച CPIയെ ചതിയൻ ചന്തു എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി പരിഹസിച്ചത്. 10 വർഷം CPMന്റെ ഒപ്പം നിന്ന് സുഖിച്ച് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളി പറയുന്നു. വിമർശനമുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിലെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങാനെന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി റിമാൻഡിലായി. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ 25 വയസ്സുള്ള അക്ഷയാണ് റിമാൻഡിലായത്. പത്തനംതിട്ട ചേന്നേർക്കര ചെറുദൂരത്തിൽ പുത്തമ്പുര വടക്കേതിൽ ജോബിൻ 24 വയസ്സുള്ള തോമസിനാണ് കുത്തേറ്റത്. രാത്രി 10 മണിയോടെ ചാലക്കുടി ടൗണിലായിരുന്നു സംഭവം. ചാലക്കുടിയിലെ ഒരു സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടുകാരെ കാത്തു നിൽക്കുകയായിരുന്നു പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയ അക്ഷയെ ശല്യം ചെയ്യുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് കണ്ട് ജോബിൻ തോമസ് അക്രമം തടയാൻ ഇടപെടുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ അക്ഷയ് കൈവശം കരുതിയിരുന്ന കമ്പി പോലെയുള്ള മാറുകായുധം ഉപയോഗിച്ച് ജോബിനെ കുത്തുകയായിരുന്നു. ജോബിന്റെ വയറിന്റെ ഇടതുവശത്താണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജോബിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജു MK, സബ് ഇൻസ്പെക്ടർമാരായ അജിത്ത്, ലാലു, GSI ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. പാലക്കാട് നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലാമേളയിൽ മലയാളം പദ്യപാരായണത്തിലും സംസ്കൃത പദ്യപാരായണത്തിലും A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ PB അദ്വൈത, മിമിക്രിയിൽ A ഗ്രേഡോടെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ VS ഹരികൃഷ്ണൻ. ഇരുവരും കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. പൂതൻകുറ്റിക്കട്ടകയും രാജുവിന്റെ ഭാര്യ റീത്താമ നിരാധിയായി 81 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുന്നയിച്ച CPIയെ ചതിയൻ ചന്തു എന്ന് പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചൊവ്വാഴ്ച 1 ലക്ഷത്തിൽ താഴെ എത്തിയ സ്വർണ്ണവില ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.